ലഹരിക്കും അക്രമത്തിനും എതിരെ പ്രചാരണത്തിന് കൊട്ടാരക്കര മേലയിൽ നിന്നൊരു ഇത്തിരി ഒരു കുഞ്ഞൻ സിനിമ വരുന്നു. അത് ഞാനിവിടെ വന്നുണ്ടോ? SKN40 കേരള യാത്രയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് SKN നാട്ടിലെ തന്നെ ഒരു സംഘം ചെറുപ്പക്കാർ, അതായത് എൻ്റെ നാടായ മേലിലയിലാണ് ഈ ഷോർട്ട് ഫിലിം അവർ ഒരുക്കിയിരിക്കുന്നത്. അത് എനിക്കൊരു സർപ്രൈസായി. എന്തായാലും നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ വെറുതെ ഇരിക്കുന്നില്ല എന്നുള്ളത് വളരെ സന്തോഷം. നിങ്ങൾ ചെയ്ത നല്ല കാര്യം. അയ്യോ, അടിക്കാൻ. ഓണനാളിൽ ഒരു കുടുംബത്തിന്റെ കൊച്ചു സന്തോഷവും കുഞ്ഞു പ്രതീക്ഷകളുമെല്ലാം ലഹരിയുടെ പിടിയിലകപ്പെട്ട ചെറുപ്പക്കാരൻ ഇല്ലാതാക്കുന്നു. ലഹരിയുടെ ആലസ്യത്തിൽ അയാളുടെ കൊലക്കത്തിക്കിരയാകുന്ന കുടുംബനാഥൻ. സ്വന്തം പിതാവിനെയും അരുങ്കൊല ചെയ്ത് ഒടുവിലവൻ അഴിക്കുള്ളിലേക്ക്. അച്ഛന്റെ, മകന്റെ, ഭാര്യയുടെ, അങ്ങനെ പലരുടെയും പ്രതീക്ഷകളും ജീവിതവും ഇല്ലാതാക്കുന്ന ലഹരിയാണ് അടിവില്ലിന്റെ പ്രമേയം. പേരുപോലെ തന്നെ ആകർഷിച്ചില്ലാതാക്കുന്ന ഒരു അടിവില്ലാണ് ലഹരിയെന്ന വിഷ്ണുവിൻ്റെയും കൂട്ടരുടെയും ഷോർട്ട് ഫിലിം പറഞ്ഞു വെക്കുന്നു. ഇപ്പോൾ നമ്മൾ ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അത് മാത്രമല്ല, SK സാറ് നമ്മുടെ കേരള യാത്ര എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് വലിയൊരു പ്രയോജനമായിരുന്നു. കാരണം കുന്നിക്കൂടെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്നൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഈ വരും തലമുറയെ, ആ തലമുറ ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ അവരിലുണ്ടാകുന്ന മാറ്റമാണ് ഞാൻ ഈ ഷോർട്ട് ഫിലിമിലൂടെ കാണിച്ചിരിക്കുന്നത്. വിഷ്ണു തൻ്റെ ആശയം സുഹൃത്തായ പ്രദീപ് പ്രസാദുമായി പങ്കുവച്ചതോടെ നിർമ്മാതാവ് റെഡി. ഇതുകൊണ്ട് ഒരുപാട് വിജയമാകണം അങ്ങനെ വെച്ചിട്ടല്ല തുടങ്ങിയത്. അവന് ആ ടീം പറഞ്ഞപ്പോൾ നമുക്കത് ചെയ്യാം, മറ്റുള്ളവരിൽ ഇത് എത്തിക്കാം, നല്ലൊരു കാര്യമാണല്ലോ. ഇപ്പോഴത്തെ പിള്ളേരെ തെറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം അച്ഛനമ്മമാരുടെ അടുത്തും ഗുരുക്കന്മാരുടെ അടുത്തും ഒരു മാന്യമായിട്ട് സംസാരിക്കാത്ത രീതിയിലുള്ളൊരു പെരുമാറ്റങ്ങളൊക്കെയാണ് ഇത് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിലൊരു മെസ്സേജ് എല്ലാവർക്കും എത്തിക്കാം. അടിവില്ലിന്റെ കഥയും തിരക്കഥയും സംവിധാനവും ഒരുക്കിയ വിഷ്ണുജിനാഥ് തന്നെയാണ് പ്രധാന കഥാപാത്രത്തെയും അവതരിപ്പിച്ചിരിക്കുന്നത്. നീ എവിടെയായിരുന്നു? അതൊന്നും നിങ്ങൾ തിരക്കണ്ട. പിന്നെ ആരാടാ തിരക്കണ്ടെന്നേ? ശല്യം. സ്കൈ ബ്ലൂ പിക്ചേഴ്സിന്റെ ബാനറിൽ പുറത്തിറക്കിയ ഷോർട്ട് ഫിലിമിന്റെ ക്യാമറ അഭിലാഷ് ഇടമണ്ണും എഡിറ്റിംഗ് സജീവ് ഗോവിന്ദുമാണ് നിർവഹിച്ചിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അജു ജി വർഗീസിനു പുറമെ വിഷ്ണുവിന്റെ മകൻ കാർത്തിക്, ഇന്ദുലേഖ, ഷിബു ഉലഹനാൻ, പ്രദീപ് തുടങ്ങിയവരും മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. നിരവധി അവാർഡുകളും അടിവിലിനെ തേടി എത്തിക്കഴിഞ്ഞു. 24 കൊട്ടാരക്കര. എന്തായാലും എൻ്റെ നാട്ടിൽ തന്നെ നിർമ്മിച്ച ഈ ലഘുചിത്രം, ഈ ഷോർട്ട് ഫിലിം നന്നായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നല്ല ഭാവിയുള്ള ചെറുപ്പക്കാരാണെന്നോ അല്ലേ ഗോപി? അതല്ല, ഇവരുടെ പേരിൽ ഞാൻ അറിയപ്പെടട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം, അല്ലേ? ഭാവിയിൽ ഇന്ന ഷോർട്ട് ഫിലിം സിനിമയൊക്കെ നിർമ്മിക്കുന്ന ആൾക്കാരുടെ അയലത്താണ് ഞാൻ താമസിക്കുന്നത്. ഒരു ചലഞ്ചായിട്ട് എടുക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.